എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇങ്ങനെയാണ് മാങ്ങ പഴുപ്പിക്കാൻ വെക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നില്ലേ. അപ്പോൾ ആ മാങ്ങ പഴുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കി ഇപ്പോൾ നല്ലോണം പഴുത്ത് തുടങ്ങിയേക്കണു. അപ്പോൾ അതെടുത്ത് ഇതാ ഞാൻ കട്ട് ചെയ്യാണ്. ഒരു പുഴു പോലും ഇല്ല കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്, ഒറ്റ പുഴുവില്ല, ഒന്നുമില്ല. നല്ല നല്ല മഞ്ഞ നിറത്തിൽ കൊതിയൂർന്ന മാമ്പഴം കാണുമ്പോൾ തന്നെ നല്ല ഭംഗി. അപ്പോൾ എല്ലാവരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ മാങ്ങ പഴുക്കാൻ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഴുത്ത് കിട്ടും. അതും ഒരു പുഴു പോലും ഒന്നുമില്ലാതെ ഒരു പ്രാണിയുടെ ശല്യമില്ലാത്ത മാങ്ങ നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അത് വളരെ ടേസ്റ്റി ആയിരിക്കും, ആരോഗ്യത്തിനും ഗുണമുണ്ടായിരിക്കും. മാങ്ങയും ചക്കയൊക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിലെ ഒരു ഗൃഹാതുരത്തെ ഉണർത്തുന്ന സ്മരണകൾ തന്നെയാണ് അല്ലേ. കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങളാണ് മാങ്ങയുടെ കാര്യം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ മാങ്ങ പഴുക്കാൻ വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മാങ്ങയുടെ ടേസ്റ്റ് നോക്കാൻ പോകട്ടോ ഞാൻ. ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാനും നല്ല മാങ്ങ, നല്ല ജ്യൂസി മാങ്ങയാണ്. ഇതിൻ്റെ മാങ്ങണ്ടി വളരെ കനം കുറഞ്ഞതാണ്, നല്ല കാമ്പുള്ള മാങ്ങയാണ്. പേര് മാത്രം അറിയില്ല, മാങ്ങയുടെ പേരെന്താണെന്ന് മാത്രം അറിയില്ല. മൽഗോവയാണോ കിളിച്ചുണ്ടനാണോ എന്തൊക്കെ അതൊന്നല്ല എന്ന് അറിയാം. മൂവാണ്ടനല്ല, മൽഗോവയല്ല, കിളിച്ചുണ്ടനല്ല. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നല്ല ദശക്കട്ടിയുള്ള മാങ്ങയാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള മാങ്ങ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ പഴുക്കണമെന്ന് മാത്രം. നല്ലപോലെ പഴുത്താലേ ഇതിന് ടേസ്റ്റുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിൽ 2 എണ്ണം ഒരുവിധം പഴുത്തിട്ടേ ഉള്ളൂ, നല്ലപോലെ പഴുത്തിട്ടില്ല. അപ്പോൾ ഞാനത് മാറ്റിയിടുകയാണ്. അതിന് ഇത്തിരി പുളിപ്പ് രസം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു കാര്യം ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ പഴയ കുട്ടിക്കാലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് ഞാൻ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം അല്ലേ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. നല്ല പുളിയുണ്ട്. ചിലവർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ ആ പുളി. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. പിന്നെ അതിൻ്റെ ശേഷം ആവശ്യത്തിന് മുളക് പൊടി. വേണമെന്നുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇവിടെ ചിലവർക്ക് വെളിച്ചെണ്ണ ചേർത്താൽ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്തില്ല. എനിക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് എനിക്കിഷ്ടം. അപ്പോൾ മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു. പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ പറയാതിരിക്കാനൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ കാലഘട്ടം ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ. നമ്മൾ പറമ്പിൽ നിന്ന് മാങ്ങ പൊട്ടിച്ച് അവിടെ തന്നെ ഉപ്പും മുളകൊക്കെ വെച്ച് ഉച്ച നേരത്ത് കഴിച്ചിരുന്നതൊക്കെ കൂട്ടുകാർ കൂടിയിട്ട് ഒക്കെ ഓർമ്മ വരുന്നില്ലേ. ആഹാ, ഇപ്പം തന്നെ വായിൽ വെള്ളം വന്നിട്ട് വയ്യാക്കി. കുട്ടിക്കാലത്ത് കുറേ ഇങ്ങനെ കഴിച്ചിട്ടുള്ളതാണ്, മാങ്ങയും ഉപ്പും മുളകും കൂടിയിട്ട്. അതൊക്കെ രസമായിരുന്നു. ഇതെനിക്ക് വേണ്ട കേട്ടോ, ഇത്രയ്ക്ക് എനിക്ക് വേണ്ട. പണ്ടൊക്കെ കഴിച്ചായിരുന്നു, എനിക്ക് വേണ്ട. ഓക്കെ, യമ്മി. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്, വെരി ടേസ്റ്റി. അരിഞ്ഞപ്പോൾ 2 എണ്ണം പഴുത്ത്, 2 എണ്ണം പച്ചയായിരുന്നു. പച്ചയല്ല, പഴുത്ത് തുടങ്ങി. നല്ല ദിവസമൊക്കെയായിട്ടായി പഴുത്ത് തുടങ്ങിയത്. നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഉണ്ടല്ലോ. ആഹാ, യമ്മി യമ്മി.
നല്ല ടേസ്റ്റി. മാങ്ങയുടെ പേരെന്താണെന്നറിയില്ല. സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മാമ്പഴ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ചില നമ്മുടെ ഗൃഹാതുരത്തെ ഉണർത്തുന്ന ചില വീഡിയോകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും. അപ്പോൾ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആ ബെൽ ബട്ടൺ മറക്കണ്ട. അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എത്തും. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖവും സമാധാനം നിറഞ്ഞ ദിനങ്ങൾ നേർന്നുകൊണ്ട് വീണ്ടും കാണുന്നതുവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ അമ്മു കോങ്ങാട്ടിൽ.